നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്കൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പുറത്താക്കുന്ന വിഴുപ്പുകളെയാണ് LDF സ്വീകരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തെ തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുവന്താനത്ത് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാഗമൺ DTPCയിലെ തൊഴിലാളികൾ പണിമുടക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. ആനച്ചാലിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും വകവരുത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിഴുപ്പുകളെയാണ് LDF സ്വീകരിക്കുന്നതെന്ന് CP മാത്യു ഏലപ്പാറയിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് ഏലപ്പാറയിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടി നടത്തിയത്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്കും ഒക്കെ പലപ്പോഴും പല ആളുകളൊക്കെ പോയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ പാർട്ടിയിലെ ചില വിഴുപ്പുകളെ ഈ പാർട്ടി പുറത്തേക്ക് എടുത്തെറിഞ്ഞപ്പോ അവനെയൊക്കെ പിടിച്ച് കെട്ടിപ്പിടിക്കാൻ ശ്രേഷിച്ച ഒരു പ്രസ്ഥാനമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ. അതുകൊണ്ട് പാവപ്പെട്ട ടാക്സി വണ്ടിയൊക്കെ ഉരുട്ടി ജീവിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ അവരെ നിങ്ങൾ ഒന്ന് ദ്രോഹിച്ച് അവരെ മനസ്സ് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ ആ ഭൂമി മനസ്സിൽ വെച്ചാൽ മതി. കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്ന വിഴുപ്പുകളെ സ്വീകരിക്കുന്ന CPM പാവപ്പെട്ടവരുടെ മേൽ കുതിര കയറാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശ്രീയക് തോമസ്, PR അയ്യപ്പൻ, RSP ജില്ലാ സെക്രട്ടറി G ബേബി, പഞ്ചായത്ത് പ്രസിഡന്റ് S നിത്യ, നേതാക്കളായ ഷാജഹാൻ മഠത്തിൽ, മുകേഷ് മോഹനൻ, ടോമി തോമസ്, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ. പെരുവന്താനത്ത് മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. തിങ്കളാഴ്ച വൈകുന്നേരം തകർത്ത് പെയ്ത മഴയിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ 35 മൈലിനും കുട്ടിക്കാനത്തിനുമിടയിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ ദേശീയപാതയിലെ റോഡരികിൽ നിന്ന് മരങ്ങളും കടപുഴകി റോഡിൽ വീണു. ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതവും നിശ്ചലമായി. 35 മൈൽ ജംഗ്ഷനിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇതേ തുടർന്ന് പെരുവന്താനം പോലീസ് സ്റ്റേഷനിലും വെള്ളം കയറി. കുത്തിയൊലിച്ചു വന്ന മഴവെള്ളവും അതിനൊപ്പം മണ്ണും കൂടിയായതോടെ ദേശീയപാത ചെളിക്കൂമ്പാരമായി. ഏറെ പണിപ്പെട്ടാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. മേഖലയിലെ ഓടകളെല്ലാം അടഞ്ഞുകിടക്കുന്നതാണ് വെള്ളം റോഡിലൂടെ ഒഴുകുവാൻ കാരണം. കൊടുകുത്തിയിൽ ഓട അടഞ്ഞതുമൂലം കടകളിൽ വെള്ളം കയറി. കാഞ്ഞിരപ്പള്ളി, പീരുമേട് ഫയർഫോഴ്സും പെരുവന്താനം പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രതീക്ഷിക്കാതെ എത്തിയ കാറ്റിലും മഴയിലും വിറച്ചു നിൽക്കുകയാണ് മലയോര മേഖല. ന്യൂസ് ബ്യൂറോ പെരുവന്താനം. വാഗമൺ DTPCയിലെ CAT തൊഴിലാളികൾ പണിമുടക്കി സമരം നടത്തി. CPM വാഗമൺ ലോക്കൽ സെക്രട്ടറി സജീവ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. വാഗമൺ ടൂറിസം കേന്ദ്രത്തിലെ സാഹസിക പ്രവർത്തനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. അക്വാസ്വാർബിംഗ്, ഹയാക്കിംഗ്, സിപ്പ് ലൈൻ, പോയിന്റ് ബോൾ ഗെയിം എന്നിവ കരാർ നൽകാനാണ് തീരുമാനം. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് തൊഴിലാളികൾ. ഇതിനു പുറമെ മാസത്തിൽ 30 ദിവസം തൊഴിൽ അനുവദിക്കുക,
PF, ESI ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. വാഗമൺ മൊട്ടക്കുന്നിൽ നടന്ന സമരം CPIM വാഗമൺ ലോക്കൽ സെക്രട്ടറി സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോലാലമറ്റിലെ DTPC തൊഴിലാളികൾ ഇപ്പൊ ഈ സമരത്തിലേക്ക് പ്രേരിപ്പിച്ച് ഒന്ന് കഴിഞ്ഞ കോവിഡ് കാലത്ത് തൊഴിലാളികളുടെ ഈ ജോലി സമയം വെട്ടിക്കുറച്ചിരുന്നു. അതുകൂടാതെ തൊഴിലാളികളുടെ ശമ്പളവും വെട്ടിക്കുറച്ചിരുന്നു. അപ്പൊ അത് ദീർഘകാലമായിട്ട് പുനരാവിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂണിയൻ. പക്ഷെ ഇതുവരെ അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മൊട്ടക്കുന്നിലെയും അഡ്വഞ്ചർ പാർക്കിലെയും ഈ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസുകൾ ഈ ടെൻഡർ ചെയ്ത് കൊടുക്കാൻ ആലോചിക്കുന്നു. അത് ഒരിക്കലും അങ്ങനെ പാടില്ല എന്നാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം മുമ്പ് DMC ഉണ്ടായിരുന്നപ്പം ഇതെല്ലാം തന്നെ DMCയുടെ കീഴിൽ കൊണ്ടുവരാനാണ് ആലോചിച്ചിരുന്നത്. DMC പണം മുടക്കി. കാരണം വാഗമണ്ണിലെയും സൂയിസൈഡ് പോയിന്റിലെയും മുമ്പുണ്ടായിരുന്ന പൈൻകാട്ടിലെയൊക്കെ വരുമാനം നന്നായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ നിലവിൽ ഈ ടൂറിസം വരുമാനമായി ഈ സ്ഥാപനത്തിന്റെ കീഴിലുണ്ട്. CPIM പുള്ളിക്കാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM കുഷൻ, DYFI ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജ്യോതിസ് ചന്ദ്രൻ, മേഖലാ സെക്രട്ടറി അഫ്സൽ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി N സുധാകരൻ, സുരേഷ്, ജസ്റ്റിൻ ജോൺ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വാഗമൺ. ആനോച്ചാലിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും വകവരുത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ്. ആനച്ചാൽ സ്വദേശിയായ 6 വയസ്സുകാരൻ അൽത്താഫിനെ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ബന്ധുവായ മുഹമ്മദ് ഷാൻ എന്ന സുനിൽകുമാർ കൊലപ്പെടുത്തിയത്. 2 വീടുകളിലായി കഴിഞ്ഞിരുന്ന ഭാര്യ സഹോദരി സഫിയയുടെ അമ്മ സൈനബ, മകൾ ആഷ്നി എന്നിവരെയും വധിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഷാൻ എത്തിയത്. കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ സമീപത്തെ വനമേഖലയിൽ നിന്നും ഇന്നലെ രാത്രിയാണ് പോലീസ് പിടികൂടിയത്. ഷാനിനെ ആരോഗ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജനം അക്രമാസക്തരായി ബഹളം വെച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയാണ് ഷാനിനെ തെളിവെടുപ്പിന് എത്തിച്ചത്. ആക്രമണം നടന്ന 2 വീടുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്താൻ പ്രതി ഉപയോഗിച്ച ചുറ്റിക ഇന്നലെ പോലീസ് കണ്ടെടുത്തിരുന്നു. കുടുംബ വഴക്കിന്റെ പേരിലാണ് ബന്ധുക്കളായ 4 പേരെയും വകവരുത്താൻ പ്രതി തീരുമാനിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി. വാടവര സ്വദേശി സാബുവിനെയാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പിടികൂടിയത്. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. കട്ടപ്പന വാഴവര പള്ളിനിരപ്പിൽ കല്ലുവച്ചൽ സാബുവാണ് 1.5 മാസം ഡൽഹി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം പിടിയിലായത്. പള്ളിനിരപ്പേലിൽ റേഷൻ കട നടത്തുന്ന പ്രതി കഴിഞ്ഞ 21/8/2021 അയൽവാസിയായ 12 വയസ്സുള്ള പെൺകുട്ടിയെ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയം രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത്. കുട്ടി കുതിറി രക്ഷപ്പെട്ട് മുറിയിൽ കയറി പിതൃസഹോദരനോട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൂടുതൽ അത്യാഹിതം സംഭവിക്കാതിരുന്നത്. റേഷനിങ് മെഷീനിൽ പഞ്ച് ചെയ്തില്ലെങ്കിൽ കടയുടെ ലൈസൻസ് നഷ്ടപ്പെടും എന്നതിനാൽ പ്രതി റേഷനിങ് മെഷീനിൽ പഞ്ച് ചെയ്യുന്നതിനായി എത്തിയപ്പോഴാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന CI, കട്ടപ്പന SI സ്പെഷ്യൽ ടീം അടങ്ങുന്ന സംഘം പ്രതിയെ പിടികൂടിയത്. പ്രതിയെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്നതിനാൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് പോലും പഠനം മുടങ്ങുകയാണ്. സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരം ഹൈറേഞ്ചിലെ ദേശസാത്കൃത ബാങ്കുകൾ നിഷേധിക്കുകയാണ്. യാതൊരു ഈടുമില്ലാതെ വായ്പ നൽകണമെന്നാണ് ചട്ടം. എന്നാൽ തങ്ങളുടെ ഏരിയയിലില്ലെന്ന് പറഞ്ഞ് മറ്റു ബാങ്കുകളിലേക്ക് പറഞ്ഞുവിടുകയും അവിടെ ചെല്ലുമ്പോൾ അവിടെയല്ല വേറെ ബാങ്കിലാണെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ലോൺ തരാമെന്ന് പറഞ്ഞാൽ ജാമ്യം ആവശ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ജാമ്യം നൽകാൻ രക്ഷിതാക്കൾക്ക് കഴിവുമില്ല. അതിനാൽ വായ്പയും ലഭിക്കില്ല. ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുകയാണ്. ഹൈറേഞ്ചില് ബാങ്കുകൾ വിദ്യാഭ്യാസ ലോണുകൾ നിഷേധിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ലോണിന് വേണ്ടി നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ദിനംപ്രതി വിദ്യാർത്ഥികളെ ശല്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ബാങ്കിൽ ലോണ് നിഷേധിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടുക്കിയിലെ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ബാങ്കുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്ത് വിദ്യാഭ്യാസ ലോണുകൾ ലഭ്യമാക്കുവാനുള്ള വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് അയ്യാമ്മന് വേണ്ടി പറയാനുള്ളത്.
+2 കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും തുടർ വിദ്യാഭ്യാസം നടത്താൻ കഴിയാതെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച നിരവധി കുട്ടികളാണ് ഹൈറേഞ്ചിലുള്ളത്. ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്നതിനെതിരെ IAM എന്ന സംഘടന മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകാനൊരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ഹൈ ന്യൂസ്. ദേശീയപാത 183 പാമ്പനാർ സേവനാലയം വളവിൽ അപകടങ്ങൾ തുടക്കതയാവുന്നു. ഇന്നലെ രാത്രി തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറ് ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായി. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത 183ന്റെ ഭാഗമായ പാമ്പനാർ സേവനാലയം വളവിന്റെ തൊട്ടടുത്തുള്ള കൊടുംവളവിലാണ് അപകടം പതിവായി മാറുന്നത്. അപകട മുന്നറിയിപ്പുകളോ ദിശാസൂചികകളോ ഇല്ലാത്തതിനാൽ ദിശ അറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇന്നലെ രാത്രിയിൽ തമിഴ്നാട് ചിന്നമന്നൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും പാമ്പനാർ സ്വദേശിയുടെ ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പാമ്പനാർ അമ്പലംകുന്ന് സ്വദേശി ഷിനു വർഗീസിനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എതിർദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ കാണാൻ വളവുകളിൽ കോൺവെക്സ് മിററുകൾ സ്ഥാപിക്കണമെന്ന് വ്യാപാര വ്യവസായ യൂണിറ്റ് സെക്രട്ടറി D മനോഹരൻ ആവശ്യപ്പെട്ടു. ഇവിടെയാണ് ഈ ടേണിങ്ങിലാണ് അപകടം നടക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സൈൻ ബോർഡോ അല്ല പിന്നെ എന്തെങ്കിലും അതിനുള്ള സംവിധാനം ചെയ്യണം. ഇതിപ്പം സ്വാമിമാരുടെ സീസണാണെങ്കിലും അതുപോലെ തന്നെ അല്ലാത്ത സമയങ്ങളാണെങ്കിലും സ്ഥിരം ആക്സിഡൻ്റാണ്. ഇത് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സംഭവമാണ്. ദാരുണമായ ഒരു ആക്സിഡൻ്റാണ്. ഇപ്പം ഇത് ആക്സിഡൻ്റ് ഉണ്ടായത് പുള്ളി മേളതക്കാരനാണ്. പുള്ളി ഇപ്പം മെഡിക്കൽ കോളേജിലാണ് അറിവ്. വളരെ സീരിയസ് ആണെന്നാണല്ലോ അറിവ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി അപകടങ്ങളാണ് പ്രദേശത്ത് നടക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാത അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ പീരുമേട്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നിങ്ങളൊരു കർഷകനാണോ എങ്കിൽ നിങ്ങൾക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. കൃഷിക്കാവശ്യമായ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്കും സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാം. മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കാനും വരുമാനം നേടാനും ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. നിങ്ങൾ ഉപയോഗിച്ച് സംതൃപ്തരായാൽ മാത്രം മറ്റുള്ളവർക്കും ഈ അവസരം പരിചയപ്പെടുത്താം. വെറും 50,000 രൂപ മുതൽ മുടക്കിൽ ഷോപ്പ് തുടങ്ങാനും അവസരം. ISO 9001:2015 അംഗീകൃത കമ്പനിയായ കൈപ്പോ ഇൻഡസ്ട്രീസ് ജില്ലയിലുടനീളം ഫ്രാഞ്ചൈസികൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 6238290227 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. രുചികരമായ ഭക്ഷണങ്ങൾക്ക് ചപ്പാത്താലടിയിലെ ഹോട്ടൽ മെറീന. നാവ് രുചിയൂറും വിഭവങ്ങളാണ് ഹോട്ടൽ മെറീനയിലുള്ളത്. വൃത്തിയായുള്ള അന്തരീക്ഷത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം ഏവർക്കും പ്രിയങ്കരമാവുകയാണ്. പെരിയാറിന്റെ തീരത്തിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന പ്രത്യേകതയും മെറീന ഹോട്ടലിന് സ്വന്തം. മെറീന ഹോട്ടലിന്റെ മാത്രം സ്വന്തമായുള്ള വിഭവമാണ് ചിക്കൻ ലിവർ. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ ആലടിയിലാണ് മെറീന ഹോട്ടൽ. രുചികരമായ ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞ ചിലവിൽ കഴിക്കാമെന്നതാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത. കൂടാതെ കേറ്ററിംഗ് സർവീസ്, ഡെലിവറി, തന്തൂരി ചിക്കൻ, എല്ലാവിധ ബിരിയാണികളും കൂടാതെ നാടൻ വിഭവങ്ങളും. 100 സീറ്റ് കപ്പാസിറ്റിയോട് കൂടിയ ഹോട്ടൽ മെറീന. ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സ്ഥാപനം ജനൌഷധി. വിലക്കുറവിനും ഗുണമേന്മയ്ക്കും ജനൌഷധിയെ സമീപിക്കുക. ഉപ്പുതറ പോസ്റ്റ് ഓഫീസിന് സമീപം പട്ടേട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയിൽ 50% മുതൽ 90% വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും ജീവൻ രക്ഷാ ഔഷധങ്ങൾ വാങ്ങാൻ കഴിയും. അവശ്യമരുന്നുകൾ ഭാരത സർക്കാർ ഉറപ്പു നൽകുന്ന ഗുണമേന്മയിൽ കമ്പനി വിലയ്ക്ക് ലഭിക്കുന്നു. 1450-ലധികം ഗുണമേന്മയുള്ള മരുന്നുകൾ, 240 ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിശ്വസ്തയോടെ വാങ്ങാവുന്ന നാമധേയമാണ് ജനൌഷധി. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജനൌഷധിക്കുണ്ട്. അലോപ്പതി മരുന്നുകൾക്ക് സമീപിക്കുക. ജനൌഷധി, ഉപ്പുതറ. നീണ്ടകര മീൻ വീടുകളിലെത്തുന്നു. നീണ്ടകരയിലെത്തി വള്ളക്കാരിൽ നിന്നും ബോട്ടിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന കടൽ മത്സ്യം പുലർച്ചെ എത്തിക്കുന്ന MM ഫിഷറീസ്. രുചികരമായ കടൽ മത്സ്യവും കായൽ മത്സ്യവും ഡ്രസ് ചെയ്തും അല്ലാതെയും ഓർഡർ അനുസരിച്ച് സ്ഥലത്ത് എത്തിച്ചു നൽകുന്നു. ഐസ് ഇടാതെ ഒട്ടും പഴക്കം കൂടാതെ എത്തിക്കുന്ന ഉപ്പുതറയിലെ ഏക സ്ഥാപനം MM ഫിഷറീസ്. രുചികരമായ കടൽ മത്സ്യം വിവാഹ ആവശ്യത്തിനും മറ്റ് ആഘോഷ പരിപാടികൾക്കും ഹോൾസെയിൽ വിലയിൽ നൽകുന്നു. കോഴിയിറച്ചി, പന്നിയിറച്ചി, പോത്തിറച്ചി തുടങ്ങിയവ ഉത്തരവാദിത്തത്തോടെ ലഭിക്കുന്ന ഉപ്പുതറയിലെ വിശ്വസ്ത സ്ഥാപനം. എല്ലാവിധ നീണ്ടകര മത്സ്യങ്ങൾക്കും ഇറച്ചികൾക്കും സമീപിക്കുക. MM ഫിഷറീസ്, ആശുപത്രിപ്പടിക്ക് സമീപം, ഉപ്പുതറ. വസ്ത്രവിസ്മയമായി ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്.
വിവാഹ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം, കുട്ടികൾക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ആവശ്യമായ വസ്ത്രങ്ങളുടെ പ്രത്യേക വിഭാഗം, ഗുണനിലവാരമുള്ള പുതുവസ്ത്രങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്ന ചപ്പാത്തിലെ പ്രമുഖ സ്ഥാപനം, ഷർട്ടുകൾ, പാൻസുകൾ, ചുരിദാറുകൾ, സാരികൾ, കുർത്തികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മാക്സികൾ എന്നിവ കമ്പനി വിലയ്ക്ക് ലഭിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിന് പ്രാധാന്യം നൽകിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഓരോ കസ്റ്റമറും പോയി കഴിഞ്ഞാലുടൻ അണുനശീകരണം നടത്തി കോവിഡിനെ പ്രതിരോധിക്കുന്നു. ഫാക്ടറികളിൽ നിന്ന് വസ്ത്രങ്ങൾ നേരിട്ടെത്തിക്കുന്നതിനാൽ വളരെ വിലക്കുറവിൽ വിൽക്കാൻ സാധിക്കുന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, വിലക്കുറവിന്റെ പറുദീസ, പോസ്റ്റ് ഓഫീസിന് സമീപം, ചപ്പാത്ത്. വാർത്തകൾ തുടരുന്നു. പട്ടയത്തിലെ പിഴവ് മാറ്റി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് CPI പ്രാദേശിക നേതാവ് 5.25 ലക്ഷം തട്ടിയെടുത്തതിനെതിരെ DGP, IG, DYSP എന്നിവർക്ക് പരാതി നൽകിയതായി അണക്കര സ്വദേശികളായ കുടുംബം. കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കുടുംബം ഇക്കാര്യം അറിയിച്ചത്. പട്ടയത്തിന്റെ പിഴവ് മാറ്റി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് CPI പ്രാദേശിക നേതാവ് 5.25 ലക്ഷം രൂപ തട്ടിയെടുത്തതിനെതിരെ DGP, IG, DYSP എന്നിവർക്കെല്ലാം പരാതി നൽകിയതായാണ് അണക്കര 7-ാം മൈൽ വഞ്ചിപത്രമലയിൽ വർഗീസ് ജോണും ഭാര്യ ശോശാമയും കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പട്ടയവസ്തുവിൽ നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ അത് റദ്ദാക്കി പുതിയ പട്ടയം ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 2019 നേതാവ് പണം കൈപ്പറ്റിയത്. റവന്യൂ വകുപ്പ് മുൻ ജീവനക്കാരനായ CPI നേതാവ് ഇടനിലയിൽ നിന്നാണ് 4 തവണയായി പണം കൈപ്പറ്റിയതെന്നും ഇവർ ആരോപിച്ചു. CPIയുടെ മണ്ഡലം സെക്രട്ടറിയായ PK സദാശിവനാണ് എന്നോട് പട്ടയം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് 5,25,000 രൂപ 4 പ്രാവശ്യമായിട്ട് വാങ്ങി. ഒടുവിൽ അത് നാളുകൾ കഴിഞ്ഞതിന് ശേഷം അത് ശരിയാകാതെ വന്നു കഴിഞ്ഞുകൊണ്ട് ഞാൻ CPIയുടെ സെക്രട്ടറിയായിട്ടും ജില്ലാ സെക്രട്ടറിയായിട്ടും ബന്ധപ്പെട്ട് അവരുടെ കംപ്ലയിൻ്റ് അയച്ചു. കാനൻ രാജൻ സാറിനും അവരൊക്കെ KK ശിവരാമനും. ഒടുവിൽ അവരെ ജഡ്ജ്മെൻറ്റ് കമ്മീഷനെ വെച്ച് എൻക്വയറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പണം 3 മാസത്തിനുള്ളിൽ എനിക്ക് തിരികെ തരണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു. പാർട്ടിയുടെ മണ്ഡലം സ്ഥാനത്ത് നിന്നും പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് എൻ്റെ പണം തിരിച്ചു തന്നിട്ട് പാർട്ടിയിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ എന്നെ തരേണ്ട സമയങ്ങൾ കഴിഞ്ഞ് അതിക്രമിച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ DSPക്കും DGPക്കും IGക്കും കംപ്ലയിൻറ്റ് ചെയ്തു. തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് ആരോപണവിധേയരായ വ്യക്തിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുകയും 3 മാസത്തിനകം പണം തിരികെ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് പാലിക്കപ്പെടാതെ വന്നതോടെ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേഴ ഉപ്പുതറ 10 ഏക്കറിൽ സ്വകാര്യ വ്യക്തിയുടെ മീൻകുളത്തിൽ വീണു. 10 ഏക്കർ പാറേക്കാട്ടിൽ സെയ്ദ് മുഹമ്മദിന്റെ കുളത്തിലാണ് കേഴ വീണത്. കാക്കത്തോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേഴയുടെ ജീവൻ രക്ഷിച്ച് വനത്തിലേക്ക് അയച്ചു. ഉപ്പുതറയിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് കേഴ വീണത്. മീൻകുളത്തിൽ മീൻ തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന സെയ്ദ് മുഹമ്മദിനെ കണ്ട് ഭയന്നോടുന്നതിനിടയിലായിരുന്നു കേഴ കുളത്തിൽ വീണത്. 3 വയസ്സ് പ്രായം വരുന്ന കേഴയാണ് കുളത്തിൽ വീണത്. രാവിലെ ഒരു 8 മണിയോടുകൂടി ആ മീൻ തീറ്റ കൊടുക്കാൻ കുളത്തിന്റെ അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അക്കരെ ഒരു എന്തോ അനങ്ങുന്ന കണ്ടു. പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പട്ടി ഓടുന്ന പോലെ ഓടി. അപ്പോൾ ഇനി അടുത്ത വീട്ടിലെ കോഴിയെ പിടിച്ചതാണോ എന്ന് പറഞ്ഞ് ഓടി അടുത്തോട്ട് ചെന്നപ്പോൾ മേളിൽ കൂടെ കയറി ഇങ്ങനെ വന്നു. അപ്പം താഴെ വന്നപ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് വെട്ടുന്നു ഇങ്ങോട്ട് ചാടിയതാണ് കുളത്തിനകത്തായി. 8 മണിയാണ്. ഞാൻ ഫോറസ്റ്റ് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ വിളിച്ച് പറഞ്ഞു. ഏതായാലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് സന്തോഷം. വിവരമറിഞ്ഞെത്തിയ കാക്കത്തോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കുളത്തിലിറങ്ങി കേഴയെ രക്ഷപ്പെടുത്തി. വെള്ളം കുടിച്ച് വയർവീർത്ത അവസ്ഥയിലാണ് കേഴ. കാക്കത്തോട് ഫോറസ്റ്റർ PK ഗോപകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ J സുനിൽകുമാർ, പ്രിൻസ് ജോൺ, പ്രൊട്ടക്ഷൻ ഗാർഡ് കുര്യൻ മാത്യു എന്നിവർ ചേർന്നാണ് കേഴയെ രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടുത്തിയ കേഴയെ ചാക്കിൽ കെട്ടി കാക്കത്തോട് വനത്തിൽ കൊണ്ടുവിട്ടു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന കൊച്ചുകരിന്തിരുവി പുല്ലാടുപടി പാലം ഡീൻ കുര്യാക്കോസ് MP സന്ദർശിച്ചു. പാലം പുനർനിർമ്മിക്കുവാൻ പൊതുമരാമത്ത് മന്ത്രിയുമായി ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുമെന്ന് MP.
കൊച്ചുകരിന്തരവി കാവക്കുളം റോഡിലെ പുല്ലാട്ടുപടി പാലം കഴിഞ്ഞ പ്രളയത്തിലാണ് തകർന്നത്. ശക്തമായി ഒഴുകിയെത്തിയ വെള്ളത്തിൽ കോൺക്രീറ്റ് പാലം നടുവേ ഒടിഞ്ഞു. ഇതോടെ പ്രദേശത്ത് താമസിക്കുന്ന 150ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കവുങ്ങുതടി ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലമാണ് ഇപ്പോൾ മറുകര എത്താനുള്ള മാർഗം. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സ്ഥലം സന്ദർശിച്ചു. വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് പാലം നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് MP പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ പൂർണ്ണമായും നശിക്കപ്പെട്ട കൊച്ചുകരിന്തരവി കാവക്കുളം റോഡിലെ പുല്ലാട്ടുപടി പാലം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെത്തിയത്. അന്ന് ഈ പാലം തകർക്കപ്പെടുമ്പോൾ ഈ വിഷയം ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതുവഴി പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ തകർക്കപ്പെട്ട വഴികളും പാലങ്ങളുമൊക്കെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ MP എന്നുള്ള നിലയിൽ നിർദ്ദേശിച്ചിരുന്നു. പഞ്ചായത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഇടപെടലാണ് വിഷയത്തിൽ ആവശ്യം. ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് S. നിത്യ, പഞ്ചായത്ത് അംഗം സുനിത MK, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീയക് തോമസ്, മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ തുടങ്ങിയവരും MPയോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ. കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിലെ നിർമ്മാണത്തിൽ ക്രമക്കേട് കാണിച്ചതായി ആരോപണം. കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗുണഭോക്താക്കൾ ഇക്കാര്യം അറിയിച്ചത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അനുവദിച്ച വീടുകളുടെ നിർമ്മാണത്തിൽ കരാറുകാരനും മുൻ പഞ്ചായത്ത് അംഗവും ക്രമക്കേട് നടത്തിയതായാണ് ഗുണഭോക്താക്കളും ഓരുമൂപ്പനും കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. 2019-2020 വർഷത്തെ ലൈഫ് പദ്ധതിയാണ് അഞ്ചുരുളിയിൽ മന്നാൻ സമുദായത്തിൽപ്പെട്ട 10ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. പട്ടികവർഗ വിഭാഗത്തിനുള്ള 6 ലക്ഷം രൂപയാണ് ഇവർക്ക് ലഭിച്ചത്. ഇവയിൽ 6 വീടുകളുടെ നിർമ്മാണത്തിലാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കരാർ പ്രകാരമുള്ള ശുചിമുറിയോ പ്ലംബിങ്ങോ നിർമ്മിച്ചിട്ടില്ല എന്നും അന്നത്തെ UDF വാർഡംഗം ഷീന ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് ആരോപണ വിധേയരായ കരാറുകാരനുമായി കുടുംബങ്ങൾ കരാറിൽ ഏർപ്പെട്ടതെന്നും ഊരുമൂപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി, അതായത് 2015 മുതൽ 2013 വരെ നമുക്ക് ഇതുവരെയായിട്ട് കുറച്ച് വിഷയങ്ങളുണ്ട്. എങ്കിൽ പോലും അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് പറഞ്ഞാൽ 2019-20 കാലവർഷത്തിൽ ഉണ്ടായിട്ടുള്ള ലൈഫിൻ്റെ വീടുമായിട്ടുള്ള അഴിമതി കേസാണ്. ഇതിനു മുമ്പ് നമുക്ക് പറയേണ്ടതല്ല. അപ്പോൾ ഇതിന് മുമ്പ് അവരോട് നമ്മളിത് എഗ്രിമെൻറ്റ് വെച്ച് ഇവർ വർക്ക് തുടങ്ങിയപ്പോൾ നമ്മളവരോട് ധരിപ്പിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോ കാര്യങ്ങളുള്ളതാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് കാണിച്ച് അവർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് തന്നിട്ടില്ല. 2, ഇവരിപ്പോൾ നിലവിൽ പണിതിട്ടുള്ള വീടുകളിൽ മൊത്തം 10 വീടാണ്. അത് രണ്ട് വ്യക്തികളാണ് എടുത്ത് പണിതിട്ടുള്ളത്. ഒരാൾ 2 എടുത്തു കൊടുത്ത്, മറ്റുള്ളത് പഞ്ചായത്ത്, അതായത് നമ്മുടെ മുൻ പഞ്ചായത്ത് അംഗം അതായത് ഷീന ജേക്കബും അവരുടെ സഹോദരനാണ് ഇത് എടുത്ത് പണിതേക്കുന്നതാണ്. ഇപ്പോൾ 450 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിലവിൽ പണിതേക്കുന്നത് ഇപ്പോൾ 420 സ്ക്വയർ ഫീറ്റിനകത്താണ്. അതിനകത്ത് മറ്റൊരു പാകപ്പെടുന്ന് പറയുന്നത് അവരിതൊക്കെ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളതായ ഒന്ന്, വീടിൻ്റെ ബാത്റൂം നിലവിൽ പണി തന്നിട്ടില്ല. രണ്ടാമത്തത്, വീടിൻ്റെ പ്ലംബിങ് അത് ക്രമീകരിച്ചിട്ടില്ല. കരാർ എഴുതി തയ്യാറാക്കിയത് തങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ല എന്നാണ് ഗുണഭോക്താക്കൾ ആരോപിക്കുന്നത്. സർക്കാർ നൽകുന്ന 6 ലക്ഷം രൂപ കൂടാതെ വീട് നിർമ്മിക്കുന്ന സമയത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ 90 തൊഴിൽ ദിനങ്ങളും ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കും. എന്നാൽ ഗുണഭോക്താക്കൾ വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തുക കരാറുകാരൻ മാറി നൽകിയില്ല. ഈ തുകയും കരാറുകാരൻ എഴുതി ചേർത്ത് കരാറുകാരൻ പണം വാങ്ങിച്ചെടുത്തതായും കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. കൂടാതെ വീട് നിർമ്മാണത്തിനായി പഴയ വീടിന്റെ സാമഗ്രികളും ഉപയോഗിച്ച് മിക്ക വീടുകളും തറപൊളിക്കാതെ ഇതിൽ തന്നെയാണ് പുതിയ വീടും പണിതത്. വീടിന്റെ വാർക്ക 4 ഇഞ്ച് കനത്തിൽ വേണമെന്നാണ് നിർദ്ദേശമെങ്കിലും ഇതും പാലിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ സെറ്റിൽമെന്റിൽ കാർഷിക ഉപകരണങ്ങൾ നൽകിയത് മറിച്ചുവിറ്റും കൃഷിനാശം സംഭവിച്ചവർക്കുള്ള ദുരിതാശ്വാസ ഫണ്ട് തിരിമറി നടത്തിയും തട്ടിപ്പ് നടന്നിട്ടുമുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. വീട് നിർമ്മാണ സമയത്ത് ഉപഭോക്താക്കളുടെ ബാങ്ക് രേഖകളും ATM-ഉം കരാറുകാരൻ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. 1.5 വർഷമാണ് ഇവരിത് കൈക്കലാക്കിയത്. ഈ സമയം ബാങ്ക് അക്കൗണ്ടിലെത്തിയ ചില ആളുകളുടെ പെൻഷൻ തുകയടക്കം നഷ്ടപ്പെട്ടെന്നും ഊരുമൂപ്പൻ ആരോപിച്ചു. ക്രമക്കേട് സംബന്ധിച്ച് ഗുണഭോക്താക്കൾ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. വീട് നിർമ്മാണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ആദിവാസി സമൂഹത്തിന്റെ ആവശ്യം. ഊരുമൂപ്പൻ ബിജു ബാബു
ഗുണഭോക്താക്കളായ മണിരാമൻ, രാജൻ തേവൻ, തേവൻ മാധവൻ, ബാബു ചക്കൻ എന്നിവർ കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. കർഷക സമരക്കാരെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷകരെ അഭിസംബോധന ചെയ്യാനെത്തിയപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തത്. കർഷകരെ നിഷ്ഠൂരമായി കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പ്രിയങ്ക കർഷകരെ കാണാനെത്തിയത്. പ്രിയങ്കയെ അറസ്റ്റ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാജ്യമെമ്പാടും ഇന്ന് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം എല്ലാ നിയോജക മണ്ഡലം തലങ്ങളിലും BJPക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നടന്നുവരികയാണ്. രാജ്യത്തെ പ്രതികരിക്കുന്ന സമൂഹത്തോട്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന കർഷക സമൂഹത്തോടും സമരം ചെയ്യുന്നവരോടും അവരെ ദ്രോഹിക്കുന്ന നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാരും BJPയും മുന്നോട്ട് പോകുമ്പോൾ കർഷകർക്ക് ഐക്യദാർഢ്യമായിട്ട് വന്നിട്ടുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് യോഗിയുടെ പോലീസ് നൽകിയിരിക്കുന്ന ഈ നടപടിക്കെതിരെ അഖിലേന്ത്യാ തലത്തിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഉപ്പുതറ ടൌണിൽ നടന്ന പ്രകടനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് എബിൻ ബി ഫിലിപ്പ്, ഷൈജു PK, സന്തോഷ് രാജൻ, ബോബിൻ ജോയി, അഭിജിത്ത്, അമൽ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. കേരള യൂത്ത് ഫ്രണ്ടും കൊന്നത്തടി മണ്ഡലം പുനഃസംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് ഫ്രണ്ടും കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയുടെ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പ് കമ്പളികണ്ഠ പാർട്ടി ഓഫീസിൽ വെച്ചാണ് നടന്നത്. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസും ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TP മൽക്ക, ജോസഫ് സേവ്യർ, മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മ്ലാക്കുഴി, മണ്ഡലം സെക്രട്ടറി KE ദേവരാജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റായി റൈഗൻ മാത്യുവിനെയും വൈസ് പ്രസിഡന്റുമാരായി ജെയ്സൺ ജോർജിനെയും ഹണി മാടത്താനിയെയും തെരഞ്ഞെടുത്തു. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സാമൂഹിക സന്നദ്ധ മേഖലകളിൽ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരുടെ പ്രവർത്തനം ഉറപ്പുവരുത്തി സംഘടനാശേഷി വർദ്ധിപ്പിക്കുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തലിന് ആദരവും നൽകി. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന് മുമ്പിൽ പെരുന്തേനീച്ച കൂടുകൂട്ടി. ലാബിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിലിന് മുകളിലാണ് തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത്. സ്കൂൾ ലാബിന്റെ വാതിൽപ്പടിയിൽ പെരുന്തേനീച്ചകൾ കൂടൊരുക്കിയിട്ട് 1 മാസത്തിൽ അധികമായി. തേനീച്ചക്കൂട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങുന്നതോടെ ഇവ സ്വയം പിന്മാറുമെന്നാണ് സ്കൂൾ അധികൃതർ കരുതിയത്. എന്നാൽ ഓരോ ദിവസവും കൂട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രീ പ്രൈമറിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പോൾ തന്നെ നമ്മുടെ ഓഡിയോ വിഷ്വൽ ലാബിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ വാതിലിനോട് ചേർന്ന് ഒരു പെരുന്തേൻ്റെ കൂട് ഒരു മാസത്തോളമായി ഇത് തേനീച്ച കൂട് കൂടിയിട്ട് ആദ്യത്തെ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇത് വന്ന് കൂട് കൂട്ടിയിട്ട് പോകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇതുവരെയായിട്ട് ഇത് പോയിട്ടില്ല. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നിലവിൽ സ്കൂളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. തേനീച്ചകൾ ഭീഷണി ഉയർത്തുന്നതിനാൽ ഓഡിയോ ലാബ് തുറന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി ഇന്നത്തെ നാട്ടറിവിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര അധ്യാപക ദിനം. വിദ്യാഭ്യാസ അവകാശം എന്നത് യോഗ്യതയുള്ള അധ്യാപകനുള്ള അവകാശമാണ്. വാക്കിനോട് എത്ര കാലം കഴിഞ്ഞാലും ബാക്കി നിൽക്കുന്ന സ്നേഹങ്ങളിൽ പക്ഷേ മത്തായി സാറുമുണ്ടായി. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. കാരൂരിന്റെ പൊതിച്ചോറിലെ ഈ വരികൾ പറഞ്ഞു തരുന്ന ഓർമ്മ പോലെ നമുക്കുമുണ്ടാകും ഈ ദിനത്തിൽ ഓർക്കാൻ ഒത്തിരി അധ്യാപക മുഖങ്ങൾ. പണ്ട് അലക്സാണ്ടർ പറഞ്ഞു വെച്ചതുപോലെ, ജീവിതം തന്നതിന് ഞാൻ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ നന്നായി ജീവിക്കാൻ പഠിപ്പിച്ചതിന് എൻ്റെ അധ്യാപകനോടാണ് കടപ്പാട്. വിദ്യാഭ്യാസ അവകാശം എന്നത്
യോഗ്യതയുള്ള അധ്യാപകനുള്ള അവകാശം എന്നതാണ് 2018 അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിന്റെ വിഷയം. ഈ വിഷയത്തെ ആസ്പദമാക്കി വിവിധ രാജ്യങ്ങളിൽ ചർച്ചകളും സെമിനാറുകളും ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുണ്ട്. ജീവിതം തന്ന മാതാപിതാക്കളും കടപ്പെട്ടിരിക്കും നമുക്ക് ജീവിക്കാൻ പഠിപ്പിച്ചു തന്ന അധ്യാപകരോട്. അക്ഷരങ്ങൾ തെറ്റുകൂടാതെ വായിച്ചു തന്നതിനപ്പുറം അനുഭവങ്ങളിലൂടെ അവർ നമ്മെ വളർത്തിയെടുക്കുകയായിരുന്നു. ഓരോ വിദ്യാർത്ഥിയെയും സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ ഓരോ അധ്യാപകനും ചെലുത്തുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ്. ആദ്യം അക്ഷരങ്ങളുടെ വെളിച്ചം, പിന്നെ വാക്കുകൾ, വാക്യങ്ങൾ, പിന്നെ ചുരുളഴിയാൻ ബാക്കി നിൽക്കുന്ന പുസ്തകങ്ങൾ. ഇവയെല്ലാം നമുക്ക് പകർന്നു തന്നത് നമ്മുടെ അധ്യാപകരാണ്. ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്കും അതിലൂടെയുള്ള സാമൂഹ്യ പുരോഗതിക്കും ഒരു അധ്യാപകൻ നൽകുന്ന സംഭാവനയെ മനസ്സിലാക്കാനായി ഒക്ടോബർ 5-ാം തീയതിയാണ് യുനെസ്കോ ഔദ്യോഗികമായി അധ്യാപക ദിനം ആചരിക്കുന്നത്. വരും തലമുറയെ അധ്യാപനത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയുമാണ് യുനെസ്കോ ഇത് ആചരിക്കുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം. 1994 ഒക്ടോബർ 5 അന്താരാഷ്ട്ര അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചത്. അധ്യാപക ദിനത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നതിൽ നമ്മളോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ എന്ന സംഘടനയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണെങ്കിലും നമ്മുടെ രാജ്യത്ത് സെപ്റ്റംബർ 5-ാം തീയതിയാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഭാരതത്തിന്റെ 2ാമത്തെ പ്രസിഡന്റും മികച്ച അധ്യാപകനുമായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് പുറത്താക്കുന്ന വിഴുപ്പുകളെയാണ് LDF സ്വീകരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തെ തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുവണ്ണാനത്ത് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാഗമൺ DTPCയിലെ തൊഴിലാളികൾ പണിമുടക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. ആനച്ചാലിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും വകവരുത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. ഇതോടുകൂടി സ്കൈ ന്യൂസിന്റെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നല്ല നമസ്കാരം.